ദക്ഷിണ കൈലാസത്തിലേക്ക് ഒരു യാത്ര. ഫൈറ്റർ ടി വിയിലെ ധർമ്മക്ഷേത്ര എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ദക്ഷിണ കൈലാസം എന്ന പേരിൽ പ്രശസ്തമായ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലാണ്. വലിയൊരു പാറ മുകളിൽ പണിതിരിക്കുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രകൃതി രമണീയവും സുന്ദരവും ഹൃദ്യവുമായ യാത്ര. പൂർണ്ണ പുഷ്കലതയുമാരോടൊപ്പം വാണരുളുന്ന ഭൂതഗണങ്ങളുടെ നായകനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ, ശ്രീ ധർമ്മശാസ്താവിൻ്റെ, മണികണ്ഠസ്വാമിയുടെ, ഭൂതനാഥൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര. അതീവ ഹൃദ്യമാണ് ഈ യാത്ര. ഇതുപോലെ ഭൂതനാഥൻ്റെ ഒരു ക്ഷേത്രം ഈ ഭൂമിയിൽ എവിടെയും ഒരുപക്ഷെ ഉണ്ടാകില്ല. അത്ര മനോഹരമാണ്, സുന്ദരമാണ് ഈ ഭൂപ്രകൃതിയും പരിസരവും. വല്ലാത്ത ഒരു ആത്മനിർവൃതി, ഈ പോസിറ്റീവ് എനർജി അത് ഈ റേഞ്ചിൽ എത്തുമ്പോൾ തന്നെ അനുഭവവേദ്യമാകുന്നു. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. വളരെ മനോഹരമാണ്, ഹൃദ്യമാണ്, അതീവ സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ക്ഷേത്രത്തിലെ ഈ പരിസരത്തെ കാഴ്ച അതീവ ഹൃദ്യമാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത്, ക്ഷേത്രത്തിന് പുറത്ത് ഈ കാണുന്നത് പേയ്മൂർത്തിയുടെ ആലയമാണ്. ആദ്യം കാണുന്നത് പേയ്മൂർത്തിയുടെ ആലയമാണ്. ഇത് ക്ഷേത്രമതിൽക്കെട്ടിന് ക്ഷേത്രത്തിന് പുറത്ത് മുൻഭാഗത്തായിട്ടാണ്. പേയ്മൂർത്തിയെ തൊഴുതിട്ട് ക്ഷേത്രത്തിന് അകത്തേക്ക് കടക്കാവുന്നതാണ്. കാനഡവാസിയായ അയ്യപ്പൻ്റെ ഭൂതനാഥൻ്റെ ഈ സന്നിധി മുഴുവൻ കാനനമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നോക്കത്താ ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന വിശാലമായ മലനിരകളും പച്ചപ്പും കാണാൻ കഴിയും. ഈ കൂറ്റൻ പാലം കടന്നാണ് നാം ക്ഷേത്രത്തിന് അകത്തേക്ക് കടക്കുന്നത്. ഇത് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള മറ്റൊരു വഴിയാണ്. നാം ഇപ്പോൾ നിൽക്കുന്ന ക്ഷേത്ര പരിസരത്ത് ഈ വലിയ എലവേറ്റഡ് ഹൈവേയിലേക്ക് എത്തുന്നതിനുള്ള മറ്റൊരു വഴി. ഇത് നടന്നു വരുന്നതിനുള്ള പടവുകളാണ്, വിശാലമായ പടവുകൾ. 173 ഈ പടവുകൾ കടന്ന് ക്ഷേത്ര പരിസരത്തും എത്താവുന്നതാണ്. നാം നേരത്തെ എത്തിയത് വാഹനം പോകുന്ന വഴിക്കാണ്. ഈ രണ്ടോ മൂന്നോ വഴിയിലൂടെ ക്ഷേത്ര പരിസരത്ത് എത്താവുന്നതാണ്. അതീവ ഹൃദ്യമാണ് ക്ഷേത്ര പരിസരത്തെ കാഴ്ച. വളരെ സുന്ദരമാണ് ക്ഷേത്ര പരിസരത്തെ കാഴ്ച. ഈ പടവുകൾ കടന്നാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ഈ പടവുകൾ കടന്ന് നാം നേരെ എത്തുന്നത് 18ാം പടിയാണ്. ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് ക്ഷേത്ര കവാടത്തിന് തൊട്ട് മുന്നിലുള്ള 18ാം പടി. ഈ 18 പടിയും കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നാൽ തിരിച്ച് ഇതിലൂടെ ഇറക്കമില്ല. തിരിച്ചിറങ്ങുന്നത് ക്ഷേത്രത്തിൻ്റെ മറുഭാഗത്തുള്ള പടവുകളിലൂടെയാണ്. അത്ര സുന്ദരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നോക്കത്താ ദൂരത്തേക്ക്, കിലോമീറ്ററുകളുള്ള ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന മലനിരകളും പച്ചപ്പും കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ഷേത്രത്തിന് അകത്ത് കടന്ന് ക്ഷേത്രത്തിനകത്തുള്ള വിശേഷങ്ങളും ക്ഷേത്രത്തിൻ്റെ ആരാധനാക്രമങ്ങളും ക്ഷേത്രം എവിടെയാണെന്നുള്ളതും സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ പറയുന്നതാണ്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ധർമ്മക്ഷേത്രയുടെ എല്ലാ എപ്പിസോഡും കാണാനും അഭ്യർത്ഥിക്കുന്നു. എം ഹരീന്ദ്രൻ, ഫൈറ്റർ TV.